ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് ഗോജിറ -1 അഥവാ ഗോഡ്സില്ല -1 എന്ന് പറയുന്ന ജാപ്പനീസ് മൂവിയെ കുറിച്ചിട്ടാണ്. മോൺസ്റ്റർ മൂവിയാണ്. അതായത് നമ്മുടെ ഗോഡ്സില്ല എന്ന് പറയുന്നത് മോൺസ്റ്ററിനെ കുറിച്ച് പറയുന്ന ഒരു സിനിമയാണ്. ജപ്പാനിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുള്ള സിനിമയാണ്. ഈ ഒരു സിനിമയുടെ കാലഘട്ടം എന്ന് പറയുന്നത് 1945 വേൾഡ് വാർ ഒക്കെ നടക്കുന്ന, ജപ്പാനിൽ വേൾഡ് വാർ ഒക്കെ നടക്കുന്ന ആ ഒരു കാലഘട്ടം. ഇടിവെട്ടി അവൻ്റെ തലയിൽ പാമ്പ് കടിക്കുക എന്ന് പറയുന്നത് പോലത്തെ സിറ്റുവേഷൻ. അതിനിടയ്ക്ക് ഗോഡ്സില്ല എന്ന് പറയുന്ന ഈ ഒരു മോൺസ്റ്ററിന്റെ ആക്രമണം കൂടി ആകുമ്പോൾ ഇവരെങ്ങനെ ഇതിനെ അതിജീവിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ ആകെത്തുക എന്ന് പറയുന്നത്. അത് വളരെ ഗംഭീരമായിട്ട് ഇമോഷണലി കണക്റ്റ് ആവുന്ന രീതിക്ക് അവർ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ മോൺസ്റ്റർ വേൾഡ് സിനിമകളൊക്കെ ഇറങ്ങുന്നത് അത്യാവശ്യം നല്ല ഹെവി ബഡ്ജറ്റിലൊക്കെ ഇറങ്ങുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഒരു 125 കോടി രൂപ കൊണ്ട് ജാപ്പനീസ് സിനിമ ആ ഒരു ടീം അവർ ഉണ്ടാക്കി പടച്ചു വിട്ടിരിക്കുന്ന ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. അവർക്ക് അതിനുള്ള ഒരു അംഗീകാരമായിട്ട് ഓസ്കാർ വരെ കിട്ടി. സെറ്റപ്പായിരുന്നു. നല്ല വിഷ്വൽ ക്വാളിറ്റിയിൽ അവർ നല്ലൊരു ഗോഡ്സില്ലിനെ തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. അത് മാത്രമല്ല, മറ്റേ സിനിമകളിൽ കാണുന്ന പോലെ കിങ് കോങ്ങിനെ രക്ഷിക്കാൻ വേണ്ടി വരുന്ന ഗോഡ്സില്ല, അല്ലെങ്കിൽ നന്മമരമാകുന്ന ഗോഡ്സില്ല, അങ്ങനെയൊന്നുമല്ല. താനി മോൺസ്റ്ററാണ്, താനി കൊളരുതാത്തവൻ, അതേപോലത്തെ പരിപാടി. ഇതിനകത്ത് സിറ്റി നശിപ്പിക്കുന്ന ഒരു സീനൊക്കെ വരുന്നുണ്ട്. എൻ്റെ അമ്മ, ആ ഒരു സംഭവം കണ്ട ഇതാണട മോനെ, ഇതാണ് ശരിക്കുള്ള ഗോഡ്സില്ല എന്നുള്ളൊരു ഫീല് നമുക്ക് കിട്ടും. കാരണം അത്രയധികം പേടിപ്പെടുത്തുന്ന രീതിക്കുള്ള പക്ക ഒരു ഡിസ്ട്രക്റ്റിംഗ് മോഡിലുള്ള ഒരു ഗോഡ്സില്ല. അതാണ് ഈ ഒരു സിനിമയ്ക്കകത്ത് കാണിച്ചു വെച്ചിരിക്കുന്നത്. അതുപോലെ കളർ ഗ്രേഡിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് ചില സീനിനകത്ത് നമുക്ക് മനസ്സിലാവും എന്താ ഗ്രീൻ മാറ്റാണ് അല്ലെങ്കിൽ VFX ആണ് കാര്യങ്ങളൊക്കെയാണ് മനസ്സിലാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കൂടിയും നമ്മളിതിൻ്റെ ബഡ്ജറ്റ് ആലോചിക്കണം. 125 കോടിയിൽ നിന്ന് ഇവർ ഇത്രയും വലിയൊരു സിനിമ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ ബ്രില്യൻ്റ് തന്നെയാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് ഇതിൻ്റെ ആ ഒരു സിനിമയുടെ കഥാഗതി എന്ന് പറയുന്നത് പക്ക നമുക്ക് കണക്റ്റ് ആവുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതല്ല, നമുക്ക് ആ ഒരു ഫീല്, നമുക്ക് ആ ഒരു കോർ ഫീല് നമുക്ക് അത് അനുഭവിക്കാൻ പറ്റും ഈ ഒരു സിനിമയ്ക്കകത്ത്. അതുപോലെ തന്നെ ലാസ്റ്റ് ഗോഡ്സില്ലേനെ എങ്ങനെ തളയ്ക്കുന്നു എന്നുള്ള ആ ഒരു പ്ലാനിങ് കാര്യങ്ങളൊക്കെ, ചില സാധനങ്ങൾ പ്രെഡിക്റ്റബിൾ ആണെന്നുണ്ടെങ്കിലും പക്ഷെ ആ ഒരു ഫീല് നമുക്കുണ്ടാവും. പണ്ടാരം നമ്മൾ അതിനെ അങ്ങോട്ട് ട്രാപ്പ് ചെയ്തുല്ലോ, ആ സമാധാനം എന്നുള്ള ഒരു ഫീല് നമുക്ക് കിട്ടും. അതാണ് ഈ ഒരു സിനിമയുടെ മെയിൻ പോസിറ്റീവ് എന്ന് പറയുന്നത്. ഇതിൽ ഗോഡ്സില്ലേനെ കാണിക്കുന്ന സീക്വൻസുകളൊക്കെ ഇതിൻ്റെ വിഷ്വൽ സൈഡ് വേറെ ഒരു രക്ഷയില്ലാത്ത സംഭവം. എന്തായാലും നിങ്ങൾ മോൺസ്റ്റർ സിനിമകളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സിനിമ തന്നെയായിട്ടാണ് ഗോഡ്സില്ല അല്ലെങ്കിൽ ഗോജിറ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ഒരു ഡ്രോബാക്ക് എനിക്ക് എന്താ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗോഡ്സില്ല നടക്കുന്നത് കണ്ട ഒരു പാവക്കുട്ടി നടക്കുന്ന ഒരു ഫീലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ഇപ്പം എനിക്ക് മാത്രം തോന്നിയതാണോ ബാക്കിയുള്ളവർക്ക് തോന്നിയിട്ടുണ്ടോ എന്നറിയില്ല. ആ ഒരു സംഭവം മാത്രം എന്തുകൊണ്ടോ എനിക്കറിയില്ല. മറ്റേ സിനിമകൾ ഗോഡ്സില്ല ഓടണമൊക്കെ കണ്ടിട്ടാണോ എന്നറിയില്ല. ഈ ഒരു സിനിമയ്ക്കകത്ത് ഇങ്ങനെ മന്ദം ചലിച്ചു വരുന്ന ഒരു പാവ നടന്നു വരുന്നൊരു ഫീല്, അത്രേ ഉള്ളൂ. അത് മാത്രമാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു ഒരേ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം അതർവൈസ് സെറ്റാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. നല്ലൊരു സ്പീക്കറൊക്കെ വെച്ച് കണ്ട് കുറേ കാലമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമ കൂടിയായിരുന്നു. കാരണം കഴിഞ്ഞ ഡിസംബറിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്ന സിനിമയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഗോജിറ എന്ന് പറയുന്നത്. ഇത്ര കാലമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, എവിടെ നിന്ന് കിട്ടും എന്നുള്ളതാണ്. ചെക്ക് കിട്ടി, സാധനം കിട്ടി. ഇംഗ്ലീഷ് സബ് ടൈറ്റിലോട് കൂടി കാണാൻ ശ്രമിക്കുക, ജാപ്പനീസ് ഭാഷ അറിയാത്തവർ. സോ എന്തായാലും കണ്ടിട്ടുള്ളവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോയുടെ താഴെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് പങ്കുവയ്ക്കുമെന്ന് കരുതുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരെ മറക്കാതിരിക്കാം. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.